ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടൊരു പാച്ചോറ് ഉണ്ടാക്കിയാലോ? എല്ലാ നാട്ടിലും ഇതിന് എന്താ പേര് പറയുന്നതെന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ പാച്ചോറെന്നാണ് കേട്ടോ ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതിനായിട്ട് ആദ്യം വേണ്ടത് പച്ചനെല്ല് കുത്തിയ അരിയാണ് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ഓണക്കിറ്റ് കിട്ടിയപ്പം എനിക്ക് അതിനകത്ത് പച്ചനെല്ലിൻ്റെ അരി ഉണ്ടായിരുന്നു. പിന്നെ വേണ്ട ഞാൻ ഒരു തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്, കടലയും മുന്തിരിങ്ങയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കപ്പലണ്ടിയും വേണമെങ്കിൽ ഇടാം കേട്ടോ. എനിക്ക് കപ്പലണ്ടി ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ എടുക്കാഞ്ഞത്. പിന്നെ ഒരുണ്ട ശർക്കര ദാണ്ടെ പാനിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കപ്പ് പാലും ഉണ്ട്. പിന്നെ നെയ്യും ഏലക്ക പൊടിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചാണ് നമ്മളിന്ന് പാച്ചോറ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അരി നല്ലവണ്ണം കഴുകി കുക്കറിലോട്ടിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ വേവിക്കാൻ വെക്കുന്ന സമയത്ത് ഒരല്പം വെള്ളം കൂടുതൽ ചേർത്തേക്കണേ, കാരണം കുക്കറിലായതുകൊണ്ടിട്ട് ചോട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടിട്ടാണ്. പിന്നെ നമുക്ക് നമ്മുടെ തേങ്ങയൊന്ന് മിക്സിക്കകത്തോട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. നല്ലതുപോലെ അരച്ചെടുക്കരുത്, ചെറുതായിട്ടൊന്ന് അരച്ചാൽ മാത്രം മതി. അതാണ് പാച്ചോറിൻ്റെ പ്രത്യേകത. അപ്പം ഞാൻ അരയ്ക്കാൻ നേരം കുറച്ച് വെള്ളം ഒഴിച്ചു, ബാക്കി പാലും ചേർത്താൽ കേട്ടോ ഒന്ന് അരച്ചെടുക്കുന്നത്. ഒരുപാട് അങ്ങ് അരയ്ക്കരുത്, ഒന്ന് രണ്ട് റൗണ്ട് ഒന്ന് കറക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പം നമ്മൾ ഈ അരിയുടെ കൂടത്തിൽ വെന്ത് വരുമ്പോൾ ഇതൊന്ന് കടിക്കാൻ പാകത്തിനില്ലേ, അതുപോണക്ക് വേണം. അതാണ് ഇതിൻ്റെ പരുവമെന്ന് പറയുന്നത്. അങ്ങനെ വേണ്ട ഈ ഒരു പരുവത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നുണ്ടല്ലോ, കുക്കറിൽ വേവിക്കാൻ വെച്ചേക്കുന്ന അരി ഒരു 3 വിസിലടിക്കുമ്പോഴത്തേക്ക് നിർത്തി വെക്കാവേ. എന്നിട്ട് നമുക്ക് വെന്തോന്ന് നോക്കിയിട്ട് പിന്നെ വേവിക്കാൻ വെച്ചാൽ മതി, അല്ലെ ഭയങ്കരമായിട്ട് വെന്ത് പോവും. അങ്ങനെ വേണ്ട അരി വെന്ത് കേട്ടോ, നല്ലതുപോണക്ക് കുഴഞ്ഞിരിക്കണേ. ഇതേണ്ട അതുപോണക്ക് നല്ലതുപോണക്ക് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനി നമ്മൾ ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റുവാണേ. അപ്പം ഈ തേങ്ങയും ശർക്കരയൊക്കെ ചേർക്കാനായിട്ട് പാവട്ടമുള്ളൊരു വലിയ പാത്രത്തിനകത്തോട്ട് മാറ്റുവാണേ. അങ്ങനെ ഉണ്ട്, അതിനകത്തോട്ട് മാറ്റിയിട്ട് വേണം നമുക്ക് ഈ ബാക്കിയുള്ള സാധനങ്ങൾ, അതായത് തേങ്ങയും ശർക്കരയൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറേ സാധനങ്ങൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാനുണ്ടല്ലോ. ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണ്ടേ. അങ്ങനെ നമുക്ക് ആദ്യം തന്നെ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ അങ്ങോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. പാൽ ഞാൻ നേരത്തെ തിളപ്പിച്ച് തണുപ്പിച്ച് വെച്ചിരുന്നായിരുന്നു. അതുപോലെ തന്നെ ശർക്കര ഉരുക്കിയത് അരിച്ച് വേണം ഒഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നിട്ട് നല്ല പോണക്ക് അങ്ങോട്ട് മിക്സ് ചെയ്യാം. നല്ലത് പോണക്ക് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഗ്യാസിലോട്ട് വെക്കാവേ. അതപ്പോൾ അവിടെ നിന്ന് സെറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഏലയ്ക്ക ഒന്ന് പൊടിച്ചു കൊടുക്കാം. പൊടിച്ച് നല്ല പോണക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഇടികല്ലിനകത്തോട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്, അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കയും ചുക്കൂടിട്ടാലും കുഴപ്പമില്ല കേട്ടോ പൊടിച്ച്. എന്നിട്ട് വേണ്ട നമ്മുടെ ലാസ്റ്റ് പരിപാടിയിലോട്ട് കിടക്കുകയാണ് കേട്ടോ. നമ്മുടെ ലാസ്റ്റ് പരിപാടിയാണ് നമ്മുടെ നെയ്ക്കകത്തോട്ട് കടലയും മുന്തിരിങ്ങയും കൂടെ അങ്ങോട്ട് വറുത്ത് ചേർക്കാവേ. വീട്ടിൽ അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. പണ്ട് ഒരുപാട് കഴിച്ചിട്ടുണ്ട്, പാച്ചോറൊക്കെ ഉണ്ടാക്കി ഒരുപാട് കഴിക്കുമായിരുന്നു. ഈ പച്ചനെല്ല് കുത്തി അരി കിട്ടുമല്ലോ. അമ്മ ആലപ്പുഴക്കാരിയാണ്, അപ്പം നെല്ലിൻ്റെ നാടാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഒത്തിരി പിന്നെ ഈ പാച്ചോറ് വെച്ച് കഴിച്ചിട്ടുണ്ടെന്നൊക്കെ അമ്മയൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മൾ ഒരുപാടൊന്നും ഉണ്ടാക്കി കഴിച്ചിട്ടില്ല. പിന്നെ ഇവിടെ എനിക്കും പൊന്നൂസിനും ഇഷ്ടമാണ് കേട്ടോ. അത് ശർക്കരയും മധുരം വരുന്ന എല്ലാം എനിക്കും പൊന്നൂസിനും ഇഷ്ടമായതുകൊണ്ട് ഞാനിതൊക്കെ പരീക്ഷിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഉള്ളവരൊന്നും അധികം അങ്ങനെ ഇതൊന്നും ഉണ്ടാക്കാറില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തായാലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ അടിപൊളി സാധനമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേണ്ട ഇങ്ങനെയാണ് പാച്ചോറ് ഇരിക്കുന്നത്. നല്ല പായസം പോണക്ക് ലൂസായിട്ടുള്ളതല്ല, പക്ഷേ നല്ല ഇങ്ങനെ ഇത് പോണക്ക് ഇരിക്കും. നമുക്ക് കോരി കഴിക്കാൻ പാകത്തിനുള്ളതാണ് കേട്ടോ പാച്ചോറ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് പോണക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.